സുഹൃത്തുക്കൾ, ഞാനിത് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഒരു 9600 വോൾവോ നമ്മൾ KSRTC ഇപ്പോൾ പുതിയതായിട്ട് എടുത്തിരിക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ August 15 ഈ വണ്ടിയെല്ലാം മീഡിയയിലുണ്ടായിരുന്നു. ഇതിൻ്റെ കളർ കൊണ്ട് അട്രാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കൊല്ലൂരിൽ നിന്ന് മൂകാംബി ബീച്ചിൽ സഞ്ചരിക്കാനുള്ള സൗകര്യം വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വളരെ അടിപൊളി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ്. നേരത്തെ ഒരു ഉപയോഗിച്ചിരുന്ന 9400 ആയിരുന്നു. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 9600 ഒരു 15 മീറ്റർ ഉണ്ട് ലെങ്ത്ത്, മറ്റേത് 13.8 ഉണ്ടായിരുന്നുള്ളൂ. സീറ്റുകൾ 49 വരും 55ആയി. സീറ്റ് കുറച്ച് കംഫോർട്ട് കൂട്ടിയിട്ടുണ്ട്. വീൽ ബേസ് കാര്യങ്ങളെല്ലാം സെയിം തന്നെ. ഹൈറ്റ് 3600 mm 3800 mm ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. മൾട്ടി ആക്സിൽ വണ്ടിയാണ്. പിന്നെ ഗിയർ സിസ്റ്റം നേരത്തെ അത് മാനുവലായിരുന്നു, ഇതിപ്പോൾ ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് ആക്കിയിട്ടുണ്ട്. 9400 നോക്കുമ്പോൾ 9600ക്ക് CC ഇത്തിരി കുറവാണ്, പവർ കുറവാണ്, പക്ഷേ മൈലേജ് പെർ ലിറ്റർ ഇത്തിരി കൂടുതലുണ്ട്. രണ്ടിൻ്റെ എൻജിൻ റിയർ തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ 10 വണ്ടിയായിട്ടാണ് KSRTC എടുത്തിരിക്കുന്നത്. 4 ഡെലിവറി ആയിട്ടുണ്ട്. സീറ്റ് ഭയങ്കര കംഫോർട്ടാണ്. നല്ലൊരു ലോങ് ജേണി നമ്മൾ ഇത്രയും കംഫോർട്ടായിട്ട് വേറൊരു വണ്ടി KSRTC സഞ്ചരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കൊല്ലൂരിൽ നിന്നാണ് ഈ വണ്ടിയാണെങ്കിൽ ഇത് 2:15 പുറപ്പെട്ടിട്ട് എറണാകുളത്ത് എത്തുമ്പോൾ 2:15 എറണാകുളത്തെ റൈറ്റ് ടൈം. പക്ഷേ വെളുപ്പിന് 3:50 മെട്രോയിൽ എനിക്ക് ഇറങ്ങാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു തിരുവനന്തപുരത്ത് 9 മണി കഴിയും, റോഡ് പണി നടക്കുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ വേറെ പ്രത്യേകത, നമ്മുടെ വിൻഡോ ഗ്ലാസ്സിന് കുറച്ചുകൂടി നല്ല വീതിയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പുകൾ കാണാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പം മറ്റുള്ള വണ്ടികൾക്ക് ഉണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടി സീറ്റ് ഇത്തിരി കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പൊസിഷനിൽ നിന്ന് ഇതെല്ലാം കണ്ടുപോകാനും വീഡിയോ എടുക്കുന്നവർക്ക് വീഡിയോ എടുക്കാനും പറ്റും. ഞങ്ങളിപ്പോൾ 2:15 ഉച്ചയ്ക്ക് അവിടെ കൊല്ലൂരിൽ നിന്ന് പോന്നിട്ട് ഒരു 4:25 ആയപ്പോൾ മംഗലാപുരം എത്തി. അപ്പോൾ ഓൾമോസ്റ്റ് 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ മംഗലാപുരം ടൗണിലോട്ട് എത്തി. ഇപ്പോൾ നമ്മൾ നേരെ മംഗലാപുരം ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. പിന്നെ പ്രത്യേകത ഇവിടെ ഒരിടത്തും അവർക്ക് അധികം വെയിറ്റിംഗ് ഇല്ല. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഒരു വെയിറ്റ് ചെയ്യും, അതിനപ്പുറം അവർ വെയിറ്റ് ചെയ്യില്ല. നല്ലൊരു കാര്യമാണ്, കാരണം മറ്റുള്ള ആൾക്കാരുടെ സമയം അത് കാരണം മിസ്സാവുന്നില്ല. ഇപ്പോൾ മംഗലാപുരം ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാലും അവർ ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ. കാരണം അവർ മൂകാംബിയിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കാസർഗോഡാണ് ചായ കുടിക്കാൻ വേണ്ടി. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സന്ധ്യയായി കഴിയുമ്പോൾ നമുക്ക് നൈറ്റ് ലൈറ്റൊക്കെ ഒരു ബ്ലൂ കളറാണ്, നമുക്ക് വളരെ കംഫോർട്ട് തരുന്ന ഒരു കളേഴ്സാണ്. പിന്നെ ഡ്രൈവേഴ്സൊക്കെ നമുക്ക് വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ USB പോർട്ട് നോർമലും ഉണ്ട്, ആപ്പിളിൻ്റെ പോർട്ടും ഉണ്ട്. അത് 2 സീറ്റിൻ്റെ ഇടയിലാണ് USB പോർട്ട് വരുന്നത്. പിന്നെ ഇത് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാങ്കറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അത് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ഡേറ്റ്, ടൈം, മന്ത് ഇതെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു യാത്രയായിരുന്നു എന്നെ സംബന്ധിച്ചോളം. എൻ്റെ 9600 വോൾവോ യാത്ര അവസാനിക്കാൻ ഇവിടെ. ഞാനിപ്പോൾ മെട്രോ ആലുവയിൽ ഇറങ്ങും. വണ്ടി പിന്നെ തിരുവനന്തപുരത്തോട്ട് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ യാത്രയെ പറ്റി പറയുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായ യാത്രകളിലൊന്നാണ് ഈ യാത്ര. അത് നമ്മൾ KSRTC ടീമിനോട് നന്ദി പറയുന്നു. കാരണം നല്ല ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു, നന്നായിട്ട് കാഴ്ചകൾ കാണായിരുന്നു. ഈ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ഗ്ലാസ്, നല്ല വ്യൂ കിട്ടുന്ന ഗ്ലാസ്സാണ്. പിന്നെ ലഗേജ് ആൾക്കാർ വെക്കാൻ ശ്രദ്ധിച്ചിരുന്നു, നല്ല ലഗേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നന്ദി പറയുന്നത് ഇതെല്ലാം മനസ്സിൽ കണ്ട് ഒരു മുന്നോടിയായിട്ട് കാര്യങ്ങൾ വികസനം കണ്ടുകൊണ്ട് ചെയ്യാൻ തോന്നിയത് ശ്രീ ഗണേഷ് കുമാറാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഗതാഗത മന്ത്രിക്ക്. അദ്ദേഹം ഇനി ഇങ്ങനത്തെ വണ്ടികൾ ഇറക്കട്ടെ. ഒരുപാട് സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റാട്ട് നിങ്ങളും ട്രൈ ചെയ്യുക. നമ്മുടെ നാട്ടിൽ സർക്കാർ നമുക്കൊരു സൗകര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യണം, നമ്മുടെ വണ്ടികളിൽ സഞ്ചരിക്കുക, പ്രത്യേകിച്ച് KSRTCയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു, ബൈ.